കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് ജോയിൻറ്റ് സെഷനിൽ പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ 3 വാക്കുകളാണ് പറഞ്ഞത്. പഞ്ച് ഡയലോഗ് പോലെ പറഞ്ഞ ആ വാക്ക് റിഫോം, പെർഫോം, ട്രാൻസ്ഫോം എന്നിങ്ങനെ ആയിരിക്കും ബജറ്റിന് ശേഷമുള്ള ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എന്നാണ് സൂചിപ്പിച്ചത്. ഒരു പഞ്ച് ഡയലോഗിനപ്പുറത്ത് ഇത് റിയാലിറ്റിയായി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ GDP ഗ്രോത്തിൽ 5ാം സ്ഥാനത്തുള്ള ഇന്ത്യ 3ാം സ്ഥാനത്തേക്കുള്ള ഉയർച്ച നേടുന്ന സാഹചര്യത്തിലേക്കാണ് നയിക്കുക. അതിലൂടെ പെർ ക്യാപിറ്റ ഇൻകം വലിയ രീതിയിൽ വളർച്ച നേടുന്നതിന് ഇത് സഹായകമാകും. ബജറ്റിലൂടെ കൊണ്ടുവരാൻ പോകുന്ന റിഫോം ഇന്ത്യയിലെ 51% വരുന്ന ജനസംഖ്യയുടെ കൺസേണിന് അധിഷ്ഠിതമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പെർഫോം ചെയ്യും. ആ മികച്ച പെർഫോമൻസ് ഓട്ടോമാറ്റിക്കായി രാജ്യത്തെ മറ്റൊരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. ഈ റിഫോം എന്ന് പറയുന്നത് ഏത് ഗവൺമെൻറ് വന്നാലും അവരുടെ ഒരു കോൺസ്റ്റൻ്റ് അജണ്ടയാണ് നടപ്പാക്കുന്നത്. സാമ്പത്തിക രംഗത്ത് രാജ്യത്തിന് വേണ്ട രീതിയിലുള്ള കാര്യക്ഷമതയും സമൃദ്ധിക്കും വേണ്ടി സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും. 2022 ജൂൺ മാസത്തിൽ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന നടത്തി. ഗവൺമെൻറ് കമ്പനികളൊക്കെ ഇനിയുള്ള കാലം നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും. ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഇനിയുള്ള കാലം ഗവൺമെൻറ് കമ്പനികളുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. ഇത്തരത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പരാമർശം പിന്നീട് നടന്ന ചരിത്രം ആ റിഫോം പെർഫോമായി ട്രാൻസ്ഫോമായി കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഈ സെക്ടറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടായി എന്നുള്ളതാണ്. അതിനു മുമ്പ് ഷെയർ മാർക്കറ്റിൽ പബ്ലിക് സെക്ടർ കമ്പനികളെ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. മൊണോപ്പൊളി ആയിട്ടുള്ള കമ്പനികളായിരുന്നു. PE റേഷ്യോ വളരെയധികം കുറവായിരുന്നു. പക്ഷേ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ സെൻറ്റിമെൻ്റൽ പെർഫോമൻസും കാണിക്കുകയുമില്ല. പബ്ലിക് സെക്ടർ സ്റ്റോക്കുകൾ, ഡിഫൻസ് സ്റ്റോക്കുകൾ, മാനുഫാക്ചറിങ് സ്റ്റോക്കുകൾ, പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ സ്റ്റോക്കുകൾ എല്ലാത്തിലും കഴിഞ്ഞ 2 വർഷം കൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായി. 20 ലക്ഷം കോടി രൂപയോളം ഉണ്ടായിരുന്ന അന്നത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ നിന്നും 50 ലക്ഷം കോടിയായിട്ട് ഇത് വളർന്നു 2 വർഷം കൊണ്ട്. ഈ ഒരു വളർച്ച നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് മുതൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ തന്നെ വളർച്ചയിൽ വളരെയധികം ത്വരിതഗതിയിൽ ആക്കിയതിന് പ്രാധാന്യമുണ്ട്. ഈ ഒരു മുൻകാല ചരിത്ര ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് ജോയിൻറ്റ് സെഷന് ശേഷം പ്രസ്താവന നടത്തിയതിന് പ്രസക്തിയേറുന്നത്. പ്രോബ്ലം ബ്രേക്കിംഗ് ബജറ്റ്, ഹിസ്റ്റോറിക് ബജറ്റ്, ഫ്യൂച്ചറിക് ബജറ്റ്, ഇത്തരത്തിൽ വ്യത്യസ്ത രീതിയിൽ പ്രസിഡന്റ് വരാൻ പോകുന്ന ബജറ്റുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ സൂചന നൽകുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഭാവിയിലേക്ക് എത്രത്തോളം സുരക്ഷിതമാക്കുമെന്നുള്ള സൂചകങ്ങളായിട്ടാണ്. റിഫോം കൊണ്ടുവരാൻ സാധ്യതയുള്ള പ്രധാന കാര്യങ്ങളിൽ ഒന്ന് മോണിറ്റൈസേഷൻ ആണ്. നിലവിൽ 6 ലക്ഷം കോടിക്കുള്ള ഗവൺമെൻറ് സ്റ്റോക്കുകൾ മാർക്കറ്റിലുണ്ട്. ഇത്രത്തോളമുള്ള അസറ്റുകൾ ലീസ് ഔട്ട് ചെയ്തുകൊണ്ട് ബോറോവിങ് ചെയ്യാതെ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഗംഭീര ഫണ്ട് റൈസിംഗ് ആയിരിക്കും. കഴിഞ്ഞ ഇൻ്ററിം ബജറ്റിൽ നൽകിയ ഇൻഡിക്കേഷൻ അനുസരിച്ച് ബോറോവിങ് പൂർണ്ണമായും കുറക്കുമെന്നും ഫിസിക്കൽ ഡെഫിസിറ്റ് വലിയ രീതിയിൽ കുറക്കുമെന്നുമാണ്. അതുകൊണ്ട് തന്നെ ബോറോവിങ് ഇല്ലാതെ ഫണ്ട് റൈസ് ചെയ്യാൻ ഗവൺമെൻറ്റിന് PSU സ്റ്റോക്കുകളുടെ ലീസ് ഔട്ടിലൂടെ സാധിക്കും. PSU അസറ്റ്സുകളുടെ ലീസ് ഔട്ടിലൂടെ സാധിക്കും. അസറ്റ്സിൻ്റെ ഓണർഷിപ്പ് ഗവൺമെൻറ്റിൽ നിൽക്കെ തന്നെ പണം കണ്ടെത്താൻ ലീസ് ഔട്ടിലൂടെ ഗവൺമെൻറ്റിന് സാധിക്കും. രണ്ടാമത്തെ പ്രധാന റിഫോം എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ ആണ്. ബാങ്കിങ് സെക്ടറിലെ IDBI ബാങ്ക് പ്രൈവറ്റൈസേഷൻ ചെയ്യാനുള്ള തീരുമാനം ഇലക്ഷന് മുമ്പ് ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ബയേഴ്സ് ബിൽഡ് ചെയ്തിരുന്ന ഈ ബാങ്ക് വാങ്ങാനുള്ള കരാറിൽ കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ പ്രൊമോട്ടർ മുന്നോട്ട് വരികയും
ഈ ഇലക്ഷന് ശേഷം തീരുമാനിക്കുക എന്ന രീതിയിൽ അതിനെ മാറ്റിവെക്കുകയാണ് പിന്നീട് ഉണ്ടായത്. ഇതിലൂടെ ഗവൺമെൻറ്റിന് ഒരുപാട് പണം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. മൂന്നാമതായിട്ട് റിഫോം നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ടാക്സേഷനുമായി ബന്ധപ്പെട്ടാണ്. സാധാരണഗതിയിൽ ടാക്സേഷൻ എല്ലാ വർഷവും മാറ്റങ്ങളും പുതുമകളും കൊണ്ടുവരുന്നത് തന്നെയാണ്. എന്നാൽ നിലവിൽ ഹൈ ലെവൽ ഓഫ് ടാക്സേഷനാണ് നടന്നിട്ടുള്ളത്. ഒരു രാജ്യം ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സെക്ടറിലുള്ള വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ലോകത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ എക്കോണമി വളർന്നതിൽ ഈ 2 സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും റിയാലിറ്റി സെക്ടറുമാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന സെക്ടർ. നിലവിൽ ഓട്ടോമൊബൈൽ രംഗത്ത് വലിയ രീതിയിലുള്ള ടാക്സേഷനാണുള്ളത്. സാധാരണക്കാരൻ്റെ വാഹനമായ 2 വീലറിന് പോലും വലിയ രീതിയിലുള്ള ടാക്സ് ചുമത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രംഗത്തുള്ള കമ്പനികൾക്ക് ഒരു പരിധിയിലപ്പുറം മാർജിൻ നേടാൻ പ്രോഫിറ്റിൽ സാധിക്കുന്നില്ല. റിയാലിറ്റി സെക്ടറും ഓട്ടോമൊബൈൽ സെക്ടറിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ടാക്സേഷൻ കുറക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകും. കൂടാതെ അഗ്രികൾച്ചർ സെക്ടറിലേക്കും വലിയ രീതിയിലുള്ള റിഫോർമേഷൻ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്ന പബ്ലിക് സെക്ടർ കമ്പനികൾക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്ന സാധ്യത വരെ ചിലപ്പോൾ സംഭവിക്കാം. വിദേശ നിക്ഷേപകരായ JP മോർഗൻ ഈ വർഷം ഏകദേശം 25 മുതൽ 30 വരെ ബില്യൺ കോടി ഡോളർ ഇന്ത്യയിൽ നിക്ഷേപം കൊണ്ടുവരുന്നുണ്ട്. അവർ എമർജിംഗ് മാർക്കറ്റ് ഗവൺമെൻറ് ബോണ്ട് ഇൻഡെക്സിലേക്കാണ് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് മാസാമാസം 10% ഗവൺമെൻറ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇൻഡെക്സുകളിലേക്ക് വരുന്ന ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് പുറത്ത് ഫിസിക്കലി ഓരോ കമ്പനിയിലേക്കും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള പണവും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ നന്നായി പെർഫോം ചെയ്യുന്ന കമ്പനികളുടെ അസറ്റുകൾ ലീസ് ഔട്ട് ചെയ്യുന്നത് വളരെ ലളിതമായ പ്രക്രിയയിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. ഇതിലൂടെ ഗവൺമെൻറ് ബഡ്ജറ്റ് ഡെഫിസിറ്റിന് യൂസ് ചെയ്യും. പുതുതായിട്ട് ബോറോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കൂടാതെ ബാങ്കുകൾക്ക് ലെൻഡിങ് ചെയ്യുന്നതിന് പണമായിട്ടും ഇത് ഉപകാരപ്പെടും. അത് ഒരു പരിധിവരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതിലേക്കും കാരണമാകും. 60% വരുന്ന ഇന്ത്യൻ ജനസംഖ്യ ജോലി ചെയ്യുന്ന അഗ്രികൾച്ചർ സെക്ടറിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മൺസൂൺ നേരത്തെ ഇന്ത്യയിൽ തുടങ്ങുകയും മോശമല്ലാത്ത രീതിയിൽ അത് തുടരുന്നതും വലിയൊരു വിഭാഗം ആളുകൾക്ക് സർപ്ലസ് പണം കണ്ടെത്താൻ സാധിക്കുന്നതോടെ ഇൻഫ്ലേഷൻ ഒരു പരിധിവരെ കൺട്രോളിൽ വരും. കൂടാതെ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞൊരു 10 വർഷം ഗവൺമെൻറ് സെക്ടറിലുള്ള സ്റ്റോക്കുകളുടെ പെർസെൻറ്റേജുള്ള വളർച്ച വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതാണ്. ബെൽ എന്ന കമ്പനി 1800% വളർച്ചയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേടിയത്. ITI 1760%, ചെന്നൈ പെട്രോ 1070%, BEML 1000%, NBCC 790% കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളർച്ച നേടി. കൂടാതെ കൊച്ചിൻ ഷിപ്പ്യാർഡ് 400%, ഹഡ്കോ 300%, ഇർക്കോൺ 200%, ഇരഡ 1181%, HAL 164% കഴിഞ്ഞ 10 വർഷത്തെ PSU സ്റ്റോക്കുകളുടെ വളർച്ചയിൽ പ്രകടനം മികച്ചു നിന്നതാണ്. LICയുടെ സ്റ്റോക്കുകളിലെ 5% സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതുപോലെ മാക്സിമം പ്രൊമോട്ടർ ഹോൾഡിംഗ് 75% കൂടാൻ പാടില്ല എന്ന സെബിയുടെ റൂള് നിലനിൽക്കെ തന്നെ വലിയ രീതിയിലുള്ള സ്റ്റോക്കുകൾ ലിസ്റ്റിംഗ് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ ഗവൺമെൻറ്റിന് വലിയ രീതിയിൽ പണം സമാഹരിക്കാനും സാധിക്കും. IOB, സെൻട്രൽ ബാങ്ക് എന്നിവ 90%-ലധികം സ്റ്റോക്കുകൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഗവൺമെൻറ് തന്നെയാണ് ചെയ്യുന്നത്. അതൊക്കെ പ്രൈവറ്റൈസേഷൻ ചെയ്യാൻ സാധ്യത കൂടുതലുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകളൊക്കെ വന്നിരുന്നു. കൂടാതെ ഹൈവേ പ്രൊജക്റ്റുകൾ, സെമി കണ്ടക്ടർ പ്രൊജക്റ്റുകളൊക്കെ പ്രൈവറ്റ് കമ്പനികൾ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്.
ടാറ്റ, CG പവർ തുടങ്ങിയ കമ്പനികൾ ലക്ഷം കോടിയോളം വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സെമി കണ്ടക്ടർ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട് തുടങ്ങാനിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോണമിയിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ബോറോവിങ് വളരെ ചെറിയ ഇൻട്രസ്റ്റിൽ കൊടുക്കാനും ഗവൺമെൻറ്റിന് സാധിക്കും എന്നുള്ളതാണ്. മുംബൈ ഡൽഹി നാഷണൽ ഹൈവേ പ്രൈവറ്റൈസേഷനിലേക്ക് വരികയാണെങ്കിൽ ത്വരിതഗതിയിൽ പണി പൂർത്തിയാക്കാനും രാജ്യത്തിൻ്റെ റിയാലിറ്റി സെക്ടറിന് വലിയ രീതിയിലുള്ള പുരോഗതി അത് കൊണ്ടുവരാനും സാധിക്കും. ടാക്സേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിഫോം കൊണ്ടുവരുന്നതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടാക്സേഷൻ വളരെയധികം ഉയർന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നുള്ളതും, കൂടാതെ വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രമേ ടാക്സ് പേ ചെയ്യുന്നു എന്നുള്ളതുമാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 3 മുതൽ 4% ആളുകൾ മാത്രമാണ് ഇൻകം ടാക്സ് അടക്കുന്നത്. അത്തരത്തിൽ ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള കുറവ് വരുത്താൻ സാധിക്കുകയാണെങ്കിൽ മിഡിൽ ക്ലാസ്സിനടക്കം വലിയ രീതിയിൽ അത് ഗുണം ചെയ്യും. നിർബന്ധമായിട്ടും ആ മാറ്റം കൊണ്ടുവരേണ്ടത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ്. ബൈക്കിന് 28%, ഇമ്പോർട്ടൻ്റ് കാറുകൾക്ക് 50%-ലധികവും നികുതി അടക്കേണ്ടി വരുന്നുണ്ട്. ഇന്ത്യൻ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഡിമാൻഡ് നോക്കുമ്പോൾ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യലുള്ള വളർച്ച നേടിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. നിലവിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്നുണ്ടെങ്കിലും 2ാം സ്ഥാനത്ത് വരെ എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഇന്ത്യൻ മാർക്കറ്റിന് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ 3 മില്യൺ കാറുകൾ ഒരു വർഷം നിർമ്മിക്കുമ്പോൾ US 7 മില്യൺ കാറുകളാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ജനസംഖ്യയുടെ അനുപാതത്തിലെടുക്കുമ്പോൾ അവർ 17 മില്യൺ കാറുകൾ ഒരു വർഷം നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അത്രത്തോളം വോളിയത്തിൽ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഈ വ്യത്യാസം നേരിടുന്നുണ്ട്. വെഹിക്കിൾ ടാക്സുകൾ GSTക്കുള്ളിൽ കൊണ്ടുവരാൻ സാധിക്കുകയും അതിലൂടെ എല്ലാ ടാക്സുകളും പരിമിതപ്പെടുത്തുന്നതിലൂടെ ഇത്തരം കമ്പനികൾക്ക് കുറഞ്ഞ വിലക്ക് ഇത്തരം വാഹനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുകയും ആളുകൾക്ക് കൂടുതൽ വാഹനങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കും. കൂടാതെ പവർ സെക്ടറിലെ ഡിസ്കോം കോമ്പറ്റീഷൻ പ്രൈവറ്റ് സെക്ടറുമായി ബന്ധപ്പെട്ട് വരുന്നതോട് കൂടിയിട്ട് ചെലവ് ചുരുക്കാനും കുറഞ്ഞ താരിഫോട് കൂടി വൈദ്യുതി ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതോടു കൂടിയാണ് ടോളുകൾ പിരിക്കുന്നതിലും ഒക്കെ ഗവൺമെൻറ് കൂടുതൽ വരുമാനം നേടാൻ സാധിക്കുക. വൈദ്യുതി ചാർജ് കുറയുന്നതോടുകൂടി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ താരിഫുകളുടെ ചാർജും കുറയും. ഇതിലൂടെ കമ്പനികൾക്ക് കുറഞ്ഞ ചെലവിൽ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കാനും സാധിക്കും. ഇൻഡസ്ട്രികളുടെയൊക്കെ ഇൻപുട്ട് എന്ന് പറയുന്നത് വൈദ്യുതി ആയതുകൊണ്ട് തന്നെ ചെലവ് ചുരുക്കാൻ ഇതിലൂടെ സാധിക്കും. രാജ്യാന്തര തലത്തെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക്